എന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് എന്റെ പ്രശ്നം. ലക്ഷക്കണക്കിൽ ഉറുപ്പ്യ എന്നോട് ചോദിക്കുന്നത്. ഇന്റെ അടുത്ത് ലക്ഷങ്ങളൊന്നും ഇല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കണ ആ വീടൊന്നും ഇന്റേതല്ല കേട്ടോ. ആരോ ആരോ ആ വീട് മനാഫിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് മനാഫിന്റെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട് വളരെ ചെറുതാണ്, ഞാൻ ഉള്ളത് കൊണ്ട് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത്ര വലിയ കോടീശ്വരനൊന്നല്ല കേട്ടോ. ഞാൻ ഉള്ളത് ചെയ്യട്ടോ. ഹായ്, ഇത് നമ്മളെ ചോട്ടോ മോട്ട പിച്ചക്കാരൻ. എന്തേനി ഇവന്റെ ഡയലോഗ്. എനിക്ക് 4 തലമുറക്ക് ജീവിക്കാനുണ്ട്. പിന്നെ ഞാൻ ചോട്ടോ മോട്ട പിച്ചക്കാരനല്ല ചെങ്ങായി. പിച്ചക്കാരൻ എന്ന് പറഞ്ഞ മനുഷ്യന്മാരില്ലേ, ആരും പിച്ചക്കാരനായിട്ട് ജനിക്കണമൊന്നുമില്ല. അത് പടച്ചോൻ ഓരോരുത്തർ സാഹചര്യം ഓരോ സന്ദർഭം കൊണ്ട് പിച്ചക്കാരനായി പോണം. അന്ന് ഞാൻ വിമർശിക്കണം എന്ന് വിചാരിച്ചേനി. അതെടുത്തിട്ട് കുറെ ആൾക്കാര് പിന്നെ ട്രോളലും സ്റ്റാറ്റസ് വെക്കലും ലവട വെക്കലും കുറെ ആൾക്കാരുണ്ട് കേരളത്തില്. എന്തെങ്കിലും ഒന്ന് കണ്ടെടുത്തിട്ട് തലയിലാട്ടക്കും കുറച്ചേ മട്ടിട്ടും ചെയ്യും. ഇവനെ നല്ലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഞാൻ വിമർശിക്കണ വെച്ചാൽ പിന്നെ ഓന് കിട്ടണ എന്തെങ്കിലും കിട്ടിയോട്ടെ വെച്ചിട്ടാണ് ഞാൻ മുണ്ടാണ്ടെന്നീന്. ഇപ്പൊ ഓന് യൂട്യൂബ് തുടങ്ങിയാണ്. എന്നിട്ടോ പറയാ അതിലെ പൈസയും കൊണ്ട് വരുമാനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കഞ്ഞിപ്പോലെ തുടങ്ങുന്നു. പൊന്നാര മനാഫെ ഇതൊന്നും ചെയ്യണ്ട, ജനങ്ങൾ എങ്ങനെയാലും ജീവിച്ചു പോയിക്കൊണ്ട്. ഇപ്പൊ ബൊബൻ തന്നെ പറഞ്ഞില്ലേ ചോട്ടാമട്ട പിച്ചക്കാരൻ, ഇതൊരു ചോട്ടാമട്ട പിച്ചക്കാരൻ തന്നെ. അന്ന് എന്ത് കണ്ടിട്ടാ കേരളത്തിൽ ജനങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു എനിക്ക് മനസ്സിലായിട്ടാ. അല്ലെങ്കിൽ അർജുനെ പിടിക്കാതെ വെള്ളത്തിലെടുത്ത് ചാടുക, അല്ലെങ്കിൽ ഒരു പിന്നെ വെള്ളത്തിൽ മുങ്ങി പോണ ഒരു മനുഷ്യനെ രക്ഷിക്കുകയെ എന്തെങ്കിലും ചെയ്തിനോ? അതിന്റെ ഇടയിലൊരു ഡയലോഗ് അടിച്ചിന്, ലോറിന്റെ ഇൻഷുറൻസ് ഇപ്പൊ വേണമെങ്കിൽ തരാന്ന് സർക്കാർ പറഞ്ഞിന്. പക്ഷെ ഞാൻ അതല്ല എനിക്ക്. എന്റെ മനസ്സിലിപ്പോ എന്താ ഉണ്ടായിന് ഞങ്ങൾക്ക് മനസ്സിലായിന്. പിന്നെ എനിക്ക് കിട്ടുന്ന ഔദാര്യല്ലേ, അത് കുറച്ചു കാലേ കിട്ടുള്ളൂ. അത് കിട്ടിയോട്ടെ വെച്ചിട്ടാ ഞാനൊന്നും മുണ്ടാണ്ടെന്നീന്. ഞാൻ വലിയ സംഭവമായിട്ടല്ല കേട്ടോ. ഇതൊക്കെ കുറെ ആൾക്കാർ അന്നം തിന്നുന്ന ആൾക്കാർക്ക് കുറെ മനസ്സിലാവും. ഇത് വലിയ സംഭവിച്ചിട്ടായിട്ട് പറഞ്ഞേന് സോഷ്യൽ മീഡിയയിൽ. ഇത് കുറെ ആൾക്കാർ നോക്കിക്കിണ്ട് ആരടുത്ത കുറച്ച് പൈസ അല്ലേ ഇത്. ഇപ്പൊ പറയാ കേറി കിടക്കാൻ പേരല്ല, എന്റെ പേരല്ല അത്. എനിക്കൊന്നും ഒരു ബുദ്ധിയും കളവില്ലാന്ന് കുറച്ച് വീഡിയോ എന്റെ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങിയ ആളാ എന്റെ പണിക്ക് പോയിക്കോ. കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ ഇങ്ങനത്തെ കുറെ എണ്ണത്തിനടുത്ത തലയിലാട്ട് വെക്കും, പിന്നെ നേരെ താഴത്തി കട്ടിടും. ഇതാണ് കേരളത്തിലെ സംഭവം. അപ്പൊ ഒന്നും വിചാരിക്കണ്ട, അഞ്ചാന്റെ പണിയും തൊഴിലെടുത്തിട്ട് പോയിക്കോ. എന്റെ യൂട്യൂബ് ചാനലും എന്തേന് സ്വീകരണം കൊടുക്കലും ഉളക്ക കൊടുക്കലും എന്തെങ്കിലും ഒരു ഗതി ഇല്ലാത്തവരാച്ചാല് ചവിട്ടിയായിട്ട് തേക്കും ആൾക്കാര്. 10 ഉറുപ്പ്യ ഉണ്ട് ഇവനെ പിടിച്ച് തലയിലാട്ട് വെക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ താഴ്ത്തി കട്ടിട്ടും ചെയ്യും. അപ്പൊ എല്ലാവരുടെ സ്നേഹം. ചോട്ടോമോട്ട പിച്ചക്കാര ഒഴുക്കിനനുസരിച്ചാണ് നീന്തിയാണ് ജയിലായിട്ട് കഴിച്ചില്ലായി, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.